നമസ്കാരം. ഞാൻ ഉമാമഹേശ്വരൻ മഹേഷ്, ആൾ കേരള മെൻ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി. ഞാൻ ഇന്ന് ഈ വീഡിയോ വരാൻ കാരണം, കുറച്ച് നാളുകളായി ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ട്, പക്ഷേ അതിന് ഉചിതമായ ഒരു സമയം ഇപ്പോഴാണ് വന്നിട്ട്. വിഷയം എന്തെന്നാൽ, നമ്മൾ പൊതുജനങ്ങൾ ഒരു വിഷയം പത്രമാധ്യമങ്ങൾ കൂടി രാവും പകലും 24 മണിക്കൂറും കണ്ടും കേട്ടും പോകുന്നു. ഒരു രാഹുൽ മാങ്കൂട്ടം, ഒരു യുവ MLA വിഷയം. അത് നമ്മുടെ വിഷയമല്ല, അവിടെ ഇരിക്കട്ടെ. അതിനോടനുബന്ധിച്ച് ഒരു യുവ അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ സാർ എന്തോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു എന്ന് വെച്ച് അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ്. 2ാം ദിവസം ഞാനും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വട്ടിയൂർക്കാവ് അജിത് കുമാർ സാർ കൂടി അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു സെൻട്രൽ ജയിലിൽ. പക്ഷേ നിർഭാഗ്യവശാൽ കാണാൻ പറ്റിയില്ല. കാരണം അദ്ദേഹം നിരാഹാര സമരത്തിലായിരുന്നു. അന്വേഷിച്ചപ്പോൾ നിരാഹാരം കിടക്കുന്ന പ്രതികളെ വിസിറ്റേഷന് അനുവദിക്കില്ല എന്നാണ് അറിഞ്ഞത്. ഓക്കെ, അത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. എന്നാലും ഇന്നും മനസ്സിലാകാത്ത ഒരു കാര്യം, എന്തിനാണ് ഈ രാഹുൽ ഈശ്വറിനെ അകത്തിട്ടത്? ഈ സെൻട്രൽ ജയിലിൽ അടയ്ക്കാൻ കാരണമായ എന്ത് വിഷയമാണ് അവിടെ നടന്നിട്ടുള്ളത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്നിപ്പോൾ 10, 12, 13 ദിവസമായി അദ്ദേഹം സെൻട്രൽ ജയിലിലാണ്. അദ്ദേഹത്തിനുണ്ട് കുടുംബം, 2 കുട്ടികളുണ്ട്, കുടുംബമുണ്ട്. ഈ 10, 12, 13 ദിവസം കുട്ടികളെ കാണാതെ അദ്ദേഹം അവിടെ കഴിയണമെങ്കിൽ അദ്ദേഹം അച്ഛനാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്തുമാത്രം വിഷമിക്കുമെന്നു. എന്തിനു വേണ്ടിയാണ് അയാൾ അവിടെ കിടക്കേണ്ടി വന്നത്? ഇവിടെ ഒരു പുരുഷ അവകാശ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞതിനാണോ? അദ്ദേഹം എടുത്തെടുത്ത് പറയാറുണ്ടായിരുന്നു, ഇവിടെ ഒരു പുരുഷ അവകാശ കമ്മീഷൻ വേണമെന്ന്. എന്തുകൊണ്ട് സാധ്യമല്ല? ഇവിടെ വനിതാ കമ്മീഷനുണ്ട്, യുവജന ക്ഷേമ കമ്മീഷനുണ്ട്, അങ്ങനെ നിരവധി കമ്മീഷനുകളുണ്ട്. എന്തുകൊണ്ട് ഇവിടെ പുരുഷ അവകാശ കമ്മീഷൻ വരുന്നില്ല? അത് വേണം എന്നുള്ള ഒരു അവകാശം 10 വർഷം കൊണ്ട് ഞങ്ങൾ ആൾ കേരള മെൻ അസോസിയേഷൻ്റെ ആൾക്കാർ നിരവധി തവണ പ്രകടനങ്ങൾ, നിവേദനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന് ഉദാത്തമായ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്നിപ്പോൾ 25/21 എന്നൊരു കേസ് ഇവിടെ ട്രിവാൻഡ്രം പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ നടക്കുന്നുണ്ട്. 25/21 എന്ന ഒരു കേസ് നമ്മുടെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ നടക്കുന്നുണ്ട്. 21ാം വർഷം കൊടുത്തത് ഇന്നിപ്പോൾ 25ാം വർഷം, 5 വർഷമായി. അതിനെക്കുറിച്ച് ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ ആ പരാതി പോയി? ഇവിടുത്തെ ജനകീയ പോലീസ് സ്റ്റേഷൻ, എന്താണ് ജനകീയ പോലീസ് സ്റ്റേഷൻ എന്ന് പോലും അറിയാത്ത ഉദ്യോഗസ്ഥരാണ് അവിടെ ഉള്ളത്. കുടുംബങ്ങളിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവും. കുടുംബമാകുമ്പോൾ അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും, എല്ലാവർക്കും അറിയാം. പക്ഷേ കുടുംബങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ അത് കുടുംബങ്ങളിൽ തീരാത്തത് കൊണ്ടാണ് ഈ പോലീസ് സ്റ്റേഷനിൽ
അതായത് ജനകീയ പോലീസ് സ്റ്റേഷൻ, ജനകീയ പോലീസ് സ്റ്റേഷനിൽ എത്തിപ്പെടുന്നത്. പിന്നെ അറിയണമല്ലോ, ആ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കാട്ടാളന്മാർ, അവിടെ വരുന്ന ഒരു പരാതിയെ എങ്ങനെ പരിപാലിക്കണം എന്ന് പോലും അറിയാത്ത ഒരു ഉദ്യോഗസ്ഥരാണ്. ഒരു കുടുംബം പരാതിയുമായി വരുമ്പോൾ രണ്ട് ഭാഗങ്ങളും സംസാരിച്ച് അതിൻ്റെ ആ രീതിയിൽ തെറ്റ് ആടെ ഭാഗത്ത് ശരിയാടെ ഭാഗത്ത് രണ്ടുപേരെയും കൂട്ടിയിണക്കണോ അതോ വലിച്ചു കീറി വിടണോ? ഇവിടെ ആണുങ്ങൾ ഒരു വീട് വാങ്ങിയാൽ ടാക്സ്, വാഹനം കൊണ്ടുവച്ച ടാക്സ്, റോഡ് നടക്കുന്ന ടാക്സ്, സ്വയം തൊഴിൽ ചെയ്യുന്നതിന് പ്രൊഫഷൻ ടാക്സ്, എന്തിനും ഏതിനും ടാക്സ് കൊടുക്കുന്ന ആണുങ്ങളാണ്. ഈ ആണുങ്ങളെ അമ്മമാർ വേണ്ടാതെ പടച്ചു വിട്ടതല്ല. ഇത്രയ്ക്കും വിരോധം ഈ പോലീസ് സ്റ്റേഷനിലെ ആണുങ്ങളോട് എന്താണ്? അവിടെ ആണുങ്ങളാരുമില്ലേ? കുടുംബക്കാരാരുമില്ലേ? അച്ഛന്മാരാരുമില്ലേ? അല്ല, അവിടെ വരുന്നവരെല്ലാം ക്രിമിനലാണോ? ഒരു ജനകീയ പോലീസ് സ്റ്റേഷനിൽ വരുന്ന എല്ലാ ആണുങ്ങളും ക്രിമിനലുകളല്ല. ഇതുപോലത്തെ കുടുംബങ്ങളിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ പോലീസ് സ്റ്റേഷൻ ബന്ധപ്പെട്ട് വരും. അതിനെ അതിൻ്റെതായ രീതിയിൽ പരിപാലിക്കാൻ അറിയാത്ത പോലീസുകാരാണ് ഉള്ളത്. ഈ പോലീസുകാർക്ക് അറിയില്ലേ ഈ ടാക്സ് എന്താണെന്ന്? ഇനി ടാക്സ് കൊടുത്ത് മുടിഞ്ഞ ആൾക്കാരാണ് ഇവിടെ, ആണുങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇനി ജീവവായുവിന് മാത്രമേ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. ഉടനെ അതും വരും. അങ്ങനെ ഈ ജനകീയ പോലീസ് സ്റ്റേഷൻ തീരാത്ത പ്രശ്നങ്ങളാണ് ഇതുപോലുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ പോയതാണ്. ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി, കമ്മീഷൻ ഓഫീസിൽ പോയി, അവിടെ നിന്ന് കമ്മീഷൻ ഇല്ലാത്തവന്റെ പേരിൽ വനിതാ സെല്ലിൽ പോയി. വനിതാ സെല്ലിൽ പോയ പിന്നെ ആണുങ്ങളുടെ കാര്യം ഒന്നും പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അവിടെ തീരാത്ത പ്രശ്നമാണ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പോയത്. 2021 കൊടുത്ത കേസ്. എന്തുകൊണ്ട് അവിടം വരെ എത്തപ്പെട്ടു? അപ്പൊ ഇവിടെ പുരുഷാവകാശ കമ്മീഷൻ ഒരു ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള വ്യവസ്ഥകൾ അവിടെ പോകുമായിരുന്നു. അത്യാവശ്യമാണ്. ഒരു പുരുഷാവകാശ കമ്മീഷൻ ഇവിടെ അത്യാവശ്യമാണ്. ആണുങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഇവിടെ. ബഹുമാനപ്പെട്ട പരമോന്നത കോടതിയോട് ഞാൻ ചോദിക്കുകയാണ്, സാർ, ഞങ്ങൾ ആണുങ്ങളെ അമ്മമാർ പ്രസവിച്ചതാണ്, വേണ്ടാതെ പ്രസവിച്ചതല്ല. ഒരു അമ്മ പ്രസവിക്കുമ്പോൾ ഒരു പെൺകുഞ്ഞായാലും ആൺകുഞ്ഞായാലും, കൂടുതലും ആൺകുഞ്ഞായാൽ ആ മാതാപിതാക്കൾക്കൊരു കരുതലാണ്. അവരുടെ മനസ്സൊന്ന് കുളിർക്കും. എനിക്കൊരു ആൺകുട്ടിയുണ്ട്, പക്ഷേ ആ ആൺകുട്ടികൾക്ക് 10, 24, 25 വയസ്സ് വരെയുള്ളൂ. ആ സന്തോഷവും ആ മാതാപിതാക്കളോട് കൂടി ജീവിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ സന്തോഷം, അവൻ്റെ ആത്മാഭിമാനം എല്ലാം. അത് കഴിഞ്ഞ് അവൻ ഒരു കല്യാണത്തിലോട്ട് പോകുമ്പോൾ പിന്നെ അവൻ നരകത്തിലോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന സംഭവങ്ങൾ സ്റ്റേഷനിൽ പോയി, ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പോയി കിടക്കുകയാണ്. അവിടെ നിന്നും തീരാത്തത് കൊണ്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ പരാതി കൊടുത്തിട്ടും നടപടികൾ കിട്ടാത്ത നടപടിയാവാത്ത കേസുകൾ വിജിലൻസ് കോടതിയിൽ എത്തും. അങ്ങനെ 2 തവണ വിജിലൻസ് കോടതിയിലും പരാതി കൊടുത്തു. എന്തേ? പരാതി കൊടുത്തവൻ പുരുഷനാണ്. അവന്റെ പരാതിക്ക് അവിടെ പ്രസക്തിയില്ല. അവന്റെ പരാതിക്ക് അവിടെ പ്രസക്തിയില്ല. ഒരു മേഡം എന്നോട് ചോദിച്ചതാണ്, മീശ വെച്ച് ആണായിട്ട് നടന്നാൽ പോരെ എന്ന്. ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ ചോദിക്കുകയാണ്,
ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ മീശ വെച്ച ആണുങ്ങാരുമില്ല അവന്റെ പരാതി ഒന്ന് കേൾക്കാൻ. ഒരു ഇന്ത്യൻ പൗരന്റെ മുഖത്ത് ചോദിക്കുകയാണ്, മീശ വെച്ച് ആണായിട്ട് നടന്നാൽ പോരാന്ന്. ഇവരന്വേഷിച്ചോ എന്തിനെക്കുറിച്ചെന്ന്? എന്തുകൊണ്ടാണ് ഈ പരാതികൾ വന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? അന്വേഷിക്കാൻ സമയമില്ല. അവർക്ക് ശമ്പളം മാസാമാസം കിട്ടും. പൊതുജനത്തിന്റെ വേർപ്പിൽ നിന്ന് കിട്ടുന്ന ശമ്പളം. ജോലി ചെയ്താൽ എന്ത്, ജോലി ചെയ്തില്ലെങ്കിൽ എന്ത്, വരുന്നവനെ വരട്ടി അവനെ ക്രിമിനലാക്കി വിടുകയാണ് സ്റ്റേഷനിൽ നിന്നും. ഒരു കേസിലും പ്രതിയാവാത്ത ഒരു പ്രതി ആണ് സ്റ്റേഷനിൽ വന്ന് കയറുന്നെങ്കിൽ അവനെ അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നത് ക്രിമിനൽ മൈൻഡോട് കൂടിയാണ്. അത്രയ്ക്ക് നീചമായ പ്രവൃത്തിയാണ് ആ സ്റ്റേഷനുകളിൽ കിട്ടുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഒരു പുരുഷാവകാശ കമ്മീഷൻ വേണമെന്ന് നിരന്തരം നമ്മൾ പോരാടുകയാണ്. പല മന്ത്രിമാർക്കും നിവേദനങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഞങ്ങൾ. അപ്പൊ ഇവിടെ ഒരു പുരുഷാവകാശ കമ്മീഷൻ വരുന്നവരെ നമ്മൾ ആൾ കേരള മെൻസ് അസോസിയേഷൻ പോരാടിക്കൊണ്ടേയിരിക്കും. ഈ സംഘടനയിൽ ഇപ്പോൾ വരുന്ന ചെറുപ്പക്കാർ, വയസ്സന്മാർ എല്ലാം അവരുടെ വിഷമങ്ങൾ കേട്ടാൽ ഇത്രയും നെറികെട്ട ജീവിതമാണല്ലോ ഒരു പുരുഷന് കിട്ടുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു പുരുഷായുസ് 25 or 30 അവൻ കല്യാണം കഴിയുന്നത് വരെ. കല്യാണം കഴിഞ്ഞത് എന്നാൽ അവൻ്റെ കഴുത്തിൽ കുരുക്കാണ്. പിന്നെ കുട്ടികളായി പിന്നെ അവന് നെട്ടോട്ടമാണ്. ജീവിതത്തിൻ്റെ അങ്ങേറ്റവും ഇങ്ങേറ്റവും കൂട്ടുപട്ടിക്കാറുള്ള. ഇതിനിടയിലാണ് അവൻ്റെ പ്രാരാബ്ദങ്ങൾ. പിന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാക്കി വലിയ വിഷയങ്ങളാക്കി അവനെ കുടുംബത്തിൽ നിന്നും അകറ്റി വിടാനുള്ള തീരുമാനത്തിലെത്തും. അവൻ്റെ മനസ്സിനെ തകർത്ത് അവനെ ഭ്രാന്തനാക്കി കള്ളുകുടിയനാക്കി റോഡിൽ വലിച്ചെറിയും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്തിനാണ് ഇവിടെ? ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ, പുരുഷന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ എന്തിനാണ് ഈ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചിട്ടിരിക്കുന്നത്? എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അദ്ദേഹത്തിൻ്റെ കുട്ടികളെ കാണാതെ, അമ്മയെ കാണാതെ, ഭാര്യയെ കാണാതെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അതിനകത്ത് അടച്ചിട്ടിരിക്കുന്നത്? അപ്പോൾ ഇവിടെ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു കമ്മീഷൻ, പുരുഷാവകാശ കമ്മീഷൻ വേണം എന്ന് ഞങ്ങൾ അത് നേടുന്നത് വരെ നമ്മൾ ആൾ കേരള മെൻ അസോസിയേഷൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇതിൽ ഇപ്പോൾ അറിഞ്ഞ് ആൾക്കാർ ഒഴുകിയെത്തുകയാണ്. എന്താണ്? 100ൽ 85% അധപതനമാണ്. കല്യാണം കഴിഞ്ഞവരുടെ ജീവിതം അധോഗതിയാണ്. അവൻ്റെ സമ്പത്ത് മതി, അവൻ്റെ കുട്ടികളെ മതി, അവനെ വേണ്ട. പിന്നെ അപ്പോൾ ഇതിനൊരു മാറ്റം വേണ്ടേ? വളർന്നു വരുന്ന തലമുറകൾക്ക് ഇതൊരു ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവന് എവിടെയും ചെന്ന് പറയാനുള്ള ഒരു വേദിയില്ല. അവൻ്റെ വിഷമങ്ങൾ കേൾക്കാൻ ഒരു വേദിയില്ല. അപ്പോൾ നമ്മൾ ആൾ കേരള മെൻ അസോസിയേഷൻ്റെ പ്രവർത്തകർ നിരന്തരം ഒരു പുരുഷാവകാശ കമ്മീഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, പോരാടുകയാണ്. അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ രാഹുൽ ഈശ്വർ എന്ന വ്യക്തി ആ സെൻട്രൽ ജയിലിൽ കിടക്കില്ലായിരുന്നു. കാരണം അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തെ കോടതി സെൻട്രൽ ജയിലിൽ അടച്ചിരിക്കുകയാണ്. എന്തിനാണെന്ന് അറിയില്ല, എന്താണ് വിഷയം എന്നറിയില്ല. ക്രിമിനലുകൾ വാഴുന്ന ഈ ലോകത്ത് സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ സെൻട്രൽ ജയിലിൽ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു
പുരുഷാവകാശ കമ്മീഷൻ വരുന്നത് വരെ നമ്മൾ ആൾ കേരള മെൻ അസോസിയേഷൻ പോരാടിക്കൊണ്ടേയിരിക്കും. തീർച്ചയാണ്. നമസ്കാരം.